നിരവധി ജൂബിലി ചിറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കാഞ്ഞങ്ങാട് ബ്രാഞ്ച് 11 വർഷം പൂർത്തിയായി. ചിട്ടി ഫണ്ട് ഡേയുടെ ഭാഗമായി കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് ചിറ്റ്സ് അനീഷ് കുമാർ പി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പയ്യന്നൂർ സബ് രജിസ്ട്രാറായി വരുമ്പോൾ 4 വർഷത്തോളം ഉണ്ടായിരുന്നു. പയ്യന്നൂർ ബ്രാഞ്ചിലെ ചിട്ടികളൊക്കെ രജിസ്റ്റർ ചെയ്തത് ഞാനാണ്. അതിനുശേഷം ഞാൻ 4.5 വർഷം ഉദുമ സബ് രജിസ്ട്രാറായിരുന്നു. ഉദുമയിൽ നിരവധി ശാഖയില്ല. അതിനുശേഷം ഈ ഒക്ടോബർ മുതൽ ഞാൻ പോസ്റ്റർക്ക് സബ് രജിസ്ട്രാറായിട്ട് വന്നു. സബ് രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡെസിഗ്നേഷൻ സബ് രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ ഭൂമി രജിസ്ട്രേഷന് സബ് രജിസ്ട്രാർ, ചിട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് ചിറ്റ്സ് പ്രത്യേക ഡെസിഗ്നേഷനാണ്, പ്രത്യേക ഓഫീസിലും സീലുമാണ്. അതുപോലെ മാരേജ് രജിസ്റ്റർ ചെയ്യുമ്പോൾ മാരേജ് ഓഫീസർ പ്രത്യേക, ഓരോന്നും ഓരോ കേന്ദ്ര നിയമത്തിൻ്റെയാണ്. രജിസ്ട്രേഷൻ ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഇന്ത്യ ഒട്ടുക്ക് ബാധകമായ നിയമമാണ് രജിസ്ട്രേഷൻ. അതുപോലെ ചിട്ടി ചെയ്യുമ്പോൾ ചിട്ടി ഫണ്ട് ആക്ട്, അതും ഇന്ത്യ ഒട്ടുക്ക് ബാധകമായ നിയമമാണ്. അതിൽ സംസ്ഥാന ഗവൺമെൻറ് ഏത് ഉദ്യോഗസ്ഥനെയാണോ രജിസ്ട്രാറായി നിയമിക്കുന്ന അയാളാണ് ഈ ചിട്ടി രജിസ്റ്റർ ചെയ്യുന്നത്. അത് ചിട്ടി ഫണ്ട് ആക്ട് പ്രകാരം സ്റ്റേറ്റ് ഗവൺമെൻറ് സബ് രജിസ്ട്രാർമാരെയാണ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് ചിറ്റ്സ് ആയിട്ട് നിയമിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ KSFയും പ്രൈവറ്റ് ചിട്ടികളുടെയും രജിസ്ട്രേഷൻ നടത്തുന്നത് സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചാണ്. അതുപോലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇന്ത്യ ഒട്ടുക്ക് ബാധകമായ നിയമമാണ്. അത് പ്രകാരം മാരേജ് ഓഫീസറായിട്ട് നിയമിച്ചത് സബ് രജിസ്ട്രാറെയാണ്. ആ നിയമപ്രകാരം കല്യാണവും അവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. റിട്ടയർഡ് കേരള ബാങ്ക് സെക്ടർ ആൻഡ് ചീഫ് മാനേജർ കുഞ്ഞികൃഷ്ണൻ KPK അധ്യക്ഷത വഹിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സുധീഷ് കൃഷ്ണൻ K മുഖ്യാതിഥിയായി. നാഗരാജ് M, സിജോ അമ്പാട്ട്, അശോകൻ NP എന്നിവർ ആശംസകൾ അർപ്പിച്ചു. രാജേഷ് M സ്വാഗതവും സോണി ജോസഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.